ഡിറ്റർജന്റ് പൗഡർ ഇടും. ഓക്കെ, അടയ്ക്കും. റിൻസൈഡ് ലിക്വിഡ് ഒഴിക്കും. ലിക്വിഡ് രണ്ടും ഒരേ സമയത്ത് ഇടണം. അതെ, ഡിറ്റർജന്റ് പൗഡർ എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ വാഷിൽ ഇടുന്നതാണ്. ഈ റിൻസൈഡ് ലിക്വിഡും സോൾട്ടും നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചിരുന്നാൽ മതി. ഒറ്റ പ്രാവശ്യം ഇട്ട് കഴിഞ്ഞാൽ അത് ആവശ്യത്തിന് എടുത്തോളും. ഡിറ്റർജന്റ് പൗഡർ നമ്മൾ ഓരോ വാഷിന് ഇട്ടേ പറ്റത്തുള്ളൂ. പിന്നെ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്നത് തന്നെ ഉപയോഗിക്കണം. താഴെയാണ് ഈ വെയിറ്റ്. അപ്പൊ ഒറ്റ പ്രാവശ്യം ഇതിനകത്ത് ഇത് ഒഴിക്കണം, അത് ഒഴിക്കണം, അത്രേ ഉള്ളൂ. ഇതിനകത്ത് അതിനകത്ത് ഓരോ വാഷിനും കൊടുക്കണം. ഓരോ വാഷിനും ഇട്ട് കൊടുക്കണം. ഇവിടെ ആകുമ്പോൾ നമുക്ക് കുഴപ്പമില്ല, ഫില്ല് ചെയ്തിട്ടിരിക്കാം. ഇതിനകത്ത് എന്ത് ലിക്വിഡാണ് ഒഴിക്കുന്നത്? പൗഡറാണ് ഒഴിക്കുന്നത്. ഇതിനകത്ത് ലിക്വിഡ്, അതിനകത്ത് ലിക്വിഡ്, സാൾട്ട്. അതിനകത്ത് സാൾട്ട്, ഇതിനകത്ത് സാൾട്ട്. പിന്നെ ഇവിടെ നമ്മൾ പാത്രങ്ങൾ ചരിച്ച് വെക്കുന്നത് അത് ചരിച്ച് വെക്കുക. ചരിച്ച് തന്നെ വെക്കുക. പിന്നെ ഇവിടെ ഈ വലിയ പാൻ കുക്കറൊക്കെ ഉണ്ട്, അതൊക്കെ ഇവിടെ ഇങ്ങനെ കമിഴ്ത്തി വെക്കുക. പാനൊക്കെ പാൻ കുക്കറൊക്കെ കമിഴ്ത്തി വെച്ച് കൊടുക്കുക. കമിഴ്ത്തി വെക്കുക. മുകളിൽ ഈ ചെറിയ ഇതാവശ്യമുള്ള വെച്ചാൽ ചെറിയ സ്പൂണൊക്കെ ഇട്ട് വെക്കുന്നതാണ്. മുകളിൽ ചെറിയ ഗ്ലൗസ്, ബൗള്, പിന്നെ ഈ ഇല്ലേ ഗ്ലാസ്, അതൊക്കെ വെക്കുന്നു. സ്പൂൺ ഇടാനാണ്. സ്പൂൺ ഇട്ട് വെക്കുക. ഈ നീഫി തട്ടാതെ ചെക്ക് ചെയ്തൊന്നും വെക്കാറുള്ളത്. ഇവിടെ നമുക്ക് ഈ നൈഫൊക്കെ വെച്ച് കൊടുക്കാം. ഗ്ലാസൊക്കെ ബൗള് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ മതി. ഒന്നിന് മേലെ ഒന്നും വരില്ല. ഓരോന്നും കമിഴ്ത്തി വെച്ചാൽ മതി. പിന്നെ ഇത് ഫിൽറ്ററാണ്. ഡിഷ് വാഷറിന്റെ ക്ലീനിങ് ഫിൽറ്റർ. ഇടയ്ക്കൊന്ന് ക്ലീൻ ചെയ്യാം. ഒരു ആഴ്ച ഒരിക്കുന്നത് ക്ലീൻ ചെയ്യാം. നമ്മൾ ഫുഡിന്റെ വേസ്റ്റ് കളഞ്ഞിട്ട് വെച്ചാൽ കുഴപ്പമില്ല. നമ്മൾ ദിവസം ഒരു നേരം ഇത് ചെയ്താൽ മതി, ഇല്ലയോ? ഇല്ലേ, 3 നേരം എഴുതത്തില്ലല്ലോ. ഇത്രയേ ഉള്ളു സംഭവം, ഇത്രയേ ഉള്ളു. അതിനകത്ത് ഇത്രയേ ഉള്ളു. അന്നേരം നമ്മൾ ദിവസേന ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനകത്തൊരു ഇത് ലിക്വിഡ് ഒഴിച്ചു കൊടുക്കണം. ഇതിനകത്ത് പൗഡർ. ഏതാ ഈ ഡിറ്റർജന്റ് പൗഡർ? എത്ര വെച്ച് ഒഴിക്കണം? ഒരു സ്പൂണൊക്കെ അത് ഇതിനകത്തിടണം. ലിക്വിഡ് എത്ര ലിറ്റർ ഒഴിച്ചിടാം ഇതിനകത്ത്? അതൊരു ബോട്ടിൽ വാങ്ങിച്ചാൽ ഫുള്ള് ഒഴിച്ചിടണം. ഇത് ഫില്ല് ചെയ്ത് വെച്ചിരുന്നാൽ മതി. ഇത് തീരാൻ നേരത്ത് ഇൻഡിക്കേഷൻ കാണിക്കും. സോൾട്ടും അതേപോലെ ഒരു ഹാഫ് പൊടിച്ചിടുക. സോൾട്ട് നിങ്ങളുടെ സോൾട്ട് ചിരിക്കുള്ളി കണ്ടിച്ചാൽ അത് പൗഡറല്ല, വെള്ളത്തിന്റെ ഹാർഡ്നെസ് കുറയ്ക്കാനായിട്ട്. ഉപ്പ അത്ര മതിയോ? അവിടെ എല്ലാം വീടല്ലോ. സ്വിച്ച് ഇതല്ല അവിടെ 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 ആ ഒന്നാമത്തെ സ്വിച്ചില്ലേ? അതെ അതല്ലെന്ന് തോന്നുന്നു. മറ്റേത് അത് തന്നെ ഫസ്റ്റ് സ്വിച്ച്. അത് തന്നെ. രണ്ടാമത്തെ ഓഫ് ചെയ്തേ. അത് ഓഫ് ചെയ്തേ. അത് സോൾട്ടിന്റെ റിൻസൈഡിലേക്ക് സിമ്പിളാണ്. ഓഫ് ചെയ്തേന്നാ? മറ്റേത് സാൾട്ടും ലിക്വിഡും ഒഴിച്ച് മറ്റേനകത്ത് ഒടിക്കുന്ന പൊടി നിങ്ങൾ തരുമല്ലേ? ഇവിടെ സോൾട്ട് തരുമ്പോ എസ് ഒരു സിമ്പിൾ വരും, റെഡ് കളറ് തീരുമ്പോ. റിൻസൈഡിന്റെ അതേപോലെ തന്നെ ഒരു സൺ കൊടുത്തിട്ട് ഈ ഒരു സെയിം സിമ്പിൾ ഇതുണ്ടോ? ഈ സെയിം സിമ്പിളാണ് ഡിസ്പ്ലേ കാണിക്കും. തീരാൻ നേരത്തെ ഇൻഡിക്കേഷൻ ആണ് അത്. പിന്നെ വെള്ളം ടാപ്പിന്റെ സിമ്പിളും കാണിക്കും. പിന്നെ പ്രോഗ്രാംസ് പറയാം.
ഇവിടെയാണ് ബട്ടൺ സെറ്റ് ചെയ്യുന്ന പ്രോഗ്രാം. ഇതിപ്പോൾ എക്കോ ഓട്ടോ ഇറക്കുന്നത് ഓട്ടോമാറ്റിക് മെഷീൻ തന്നെ സെൻസ് ചെയ്ത് വാഷ് ചെയ്യുന്ന പ്രോഗ്രാമാണ്. പിന്നെ ഇന്ത്യൻസ് നല്ല ഹെവി കുക്ക് ചെയ്ത് തന്നെ നമുക്കുള്ള പാത്രം കൊണ്ട് വാഷ് ചെയ്യുന്നത്. പിന്നെ എക്സ്പ്രസ് കഴിച്ചു തുടങ്ങി അപ്പോൾ തന്നെ വാഷ് ചെയ്യണമെങ്കിൽ 1 മണിക്കൂർ ടൈമേ ഉള്ളത്. എല്ലാത്തിനും ടൈം എക്സ്പ്രസ് കാണിക്കുന്നുണ്ട്. പ്രീറിയൻസ് ആകുമ്പോൾ 15 മിനിറ്റ് ഉള്ളൂ. അത് ജസ്റ്റ് നനച്ച് വയ്ക്കാൻ വേണ്ടിയാണ്, കൊമ്പരാൻ വേണ്ടിയാണ് അഴുക്കൊക്കെ അതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. പിന്നെ ഫേവറേറ്റ് 29 മിനിറ്റ് ജസ്റ്റ് ക്വിക്ക് വാഷ് പോലെ പെട്ടെന്ന് വാഷ് ചെയ്യണം. എക്കോ എന്ന് പറയുമ്പോൾ കാർബണിൻ്റെ അളവ് കുറച്ചെടുത്ത് ചൂടും കുറച്ച് വാഷ് ചെയ്യുന്നതാണ്. അതുപോലെ വാഷിംഗ് കൂടി കിട്ടിയിട്ട് വരത്തില്ല, അതുപോലെ തന്നെ ഡ്രൈ ആയിട്ട് വേണമെന്നില്ല. നോർമൽ നമ്മൾ ഓട്ടോ ഇട്ടാൽ മതി. ഓട്ടോ ഇട്ട് ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓണാക്കുക, ഇത് ഓണാക്കുന്ന ബട്ടൺ. ഇവിടെ പ്രോഗ്രാം സ്വിച്ച് ഈ ബട്ടൺ. ഇപ്പോൾ ഓട്ടോയിൽ കിടക്കുന്നത് ലൈറ്റ് ഉണ്ടോ, ഓട്ടോ ഇട്ട് സ്റ്റാർട്ട് കൊടുത്താൽ മതി ഇവിടെ. പിന്നെ ഇവിടെ നമുക്ക് വരുന്നത് ഇപ്പോൾ ടൈം കുറയ്ക്കണമെങ്കിൽ സ്പീഡ് +50 കണ്ടോ, 2 മണിക്കൂറുള്ള സ്പീഡ് കൊടുക്കുമ്പോഴത്തേക്കും 1.5 മണിക്കൂറാകും. പിന്നെ ഹാഫ് ലോഡ് പകുതിയേ ഉള്ളൂ, കുറച്ച് സമയം ഉണ്ടെങ്കിൽ അതിനൊക്കെ തന്നെ വെള്ളം കുറച്ചെടുത്ത് വാഷിംഗ് മെഷീൻ. പിന്നെ പ്രീ ട്രീറ്റ്മെൻറ്റ് വാഷിങ്ങിൻ്റെ കൂടെ ഹൈജീനായിട്ട് വാഷ് ചെയ്ത് കിട്ടുന്നതാണ്. പിന്നെ ഇൻറ്റൻസീവ്സ് നമുക്ക് ഹെവി കുക്ക് ചെയ്ത് എണ്ണ വീടുള്ള പാത്രങ്ങൾ കൊണ്ടുവരും. അതിൻ്റെ കൂടെ എണ്ണ ഡ്രൈ ആയിട്ടും കിട്ടും, നല്ല വാഷിംഗ് ക്വാളിറ്റിയും കിട്ടും. ഇത് റിമോട്ട് വൈഫൈ കണക്ട് ചെയ്ത് യൂസ് ചെയ്യുന്നതാണ്. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ഡിലേ സ്റ്റാർട്ട് എത്ര മണിക്കൂറിൽ സ്റ്റാർട്ടായി മതി സെറ്റ് ചെയ്യുന്നത്. അതിന് നമ്മൾ ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല, പ്രോഗ്രാം വിട്ട് സ്റ്റാർട്ട് കൊടുത്താൽ മാത്രം മതി. ഇതൊക്കെ ആവശ്യത്തിന് വേണമെങ്കിൽ ചെയ്താൽ മതി. പവർ ഓണാക്കിയിട്ട് ആദ്യം ഇത് ഓണാക്കിയിട്ട് പിന്നെ ഇത് ഓണാക്കി പിന്നെ ഇത് ഓണാക്കുന്നില്ല, പ്രോഗ്രാം മാറ്റുന്നത്. ഇപ്പോൾ ഒരു പ്രോഗ്രാം വരും ഓണാക്കുമ്പോൾ നമുക്ക് അപ്പുറത്ത് എടുക്കാൻ. എന്നിട്ട് ഇത് ഓണാക്കണം. ഓട്ടോ ഈ രണ്ടാമത്തത് യൂസ് ചെയ്താൽ മതി. ഇത് ഏത് കമ്പനിയുടെ? ഇത് ബോഷിൻ്റെ. നമ്പർ കൂടെ ചേട്ടൻ്റെ ഇതൊന്നും അകത്ത് വെക്കണമല്ലോ. അത് എപ്പോഴും വെക്കണ്ട, സ്പേസ് പോവുള്ളൂ. അല്ല ഇവിടെ ഇരിക്കണ്ട, പുറത്തിരിക്കണ്ട, ഒന്ന് അകത്തോട്ട് വെച്ച് ആവശ്യമുണ്ടെങ്കിൽ വെച്ചാൽ കേട്ടോ. ഇതിലേക്ക് സ്ഥലം പോകും, ഇവിടെ നമുക്ക് പാത്രം വയ്ക്കാൻ സ്ഥലം പോകും. പാത്രം കമഴ്ത്തി വെക്കാവോ നേരെ വെക്കരുത്? കമഴ്ത്തി വെക്കണം, പ്ലേറ്റ് ചരിച്ച് വെക്കണം. വലിയ കലമൊക്കെ ആണെങ്കിലും കമഴ്ത്തി വെക്കണം. അലുമിനിയം ഒന്നും പറ്റത്തില്ല, സ്റ്റീല് മാത്രമേ പറ്റത്തുള്ളൂ. പിന്നെ ഈ കട്ടയുള്ള പ്ലാസ്റ്റിക് വെക്കാവോ, ഗ്ലാസ് കുഴപ്പമില്ല. മൺചട്ടി വെക്കാൻ പറ്റില്ല. മൺചട്ടി വെക്കല്ലോ കേട്ടോ. അലൂമിനിയം വെക്കല്ലോ. അലൂമിനിയം ഒന്നും പറ്റില്ല. ചൂട് വെള്ളത്തിലെ വാഷ് ചെയ്യുന്നത്, അപ്പൊ ചൂട് തട്ടുന്ന പാത്രം ഒന്നും വെക്കരുത്. ഇതിനകത്ത് ലിക്വിഡ് ഒഴിക്കണം. വാഷിൽ ലിക്വിഡ് ഒഴിക്കുക. ഇവിടെ കംഫർട്ട് യൂസ് ചെയ്യണമെങ്കിൽ ഇത് ഒഴിക്കുക.